ഗുരുവിന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായ നിരവധി അനവധി ശിഷ്യഗണങ്ങൾ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരും. ഡോക്ടർ പൽപ്പുവും കുമാരനാശാനും ടി.കെ. മാധവനും സി. കേശവനും ആർ. ശങ്കറും സഹോദരൻ കെ. അയ്യപ്പനും തുടങ്ങി നിരവധി അനവധി ശിഷ്യ പരമ്പരയുള്ള ഒരു ഗുരുവാണ് നമ്മുടേത്. പക്ഷെ ഇന്നും നമ്മൾ പറഞ്ഞു തുടങ്ങിയതുപോലെ തന്നെ നമ്മൾ ആരംഭിച്ചിടത്ത് തന്നെ നാം ഇന്നും നിൽക്കുകയാണ്. പക്ഷെ അതിൽ നിന്നെല്ലാം വിപരീതമായി യഥാർത്ഥ ശ്രീനാരായണ ധർമ്മം എന്താണ്, യഥാർത്ഥ ശ്രീനാരായണ ഗുരുദേവൻ എന്താണ് എന്ന് പഠിച്ചറിയുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നാം പറഞ്ഞതുപോലെ ഒരു ഗുരുവിന് വേണ്ടുന്ന വേദാന്ത ചൂടാമണിയിൽ പറയുന്ന 7 മാനദണ്ഡങ്ങളും നമ്മുടെ ഗുരുവിനുണ്ട്. മഹാത്മാക്കളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവർ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്ന് ശങ്കരാചാര്യർ വിവേക ചൂടാമണിയിൽ പറയുന്നുണ്ട്. ഗുരുവിൻ്റെ കാര്യമെടുത്ത് നോക്കിയാൽ അന്ന് മരുത്വാ മലയിൽ നിന്നും താഴേക്ക് ഇറങ്ങി വന്നത് നമ്മളെ പോലെയുള്ളവർക്ക് വേണ്ടിയിട്ടായിരുന്നു. ഇന്നലെ ശിവരാത്രി ആയിരുന്നു അല്ലേ? നമ്മളെല്ലാവരും ഉറക്കമൊഴിച്ചിട്ടുണ്ടാകും, ശിവഭഗവാന്റെ നാമം ഉരുവിട്ടിരുന്നിട്ടുണ്ടാകും. പക്ഷേ എത്ര പേര് അരുവിപ്പുറത്ത് പോയി? ഒരാൾ പോയി, പോട്ടെ. അരുവിപ്പുറത്ത് പോകുന്നത് ഒരാളേ ഉള്ളൂ. ഞാനൊരു ചോദ്യം ചോദിക്കാം, അതിന് ആരെങ്കിലും ഒരാൾ ആ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടോ എന്ന് പറയണം. ഇന്നലെ ശിവരാത്രി നാളായിട്ട് 1888 35 വർഷങ്ങൾക്ക് മുൻപ് അധസ്ഥിത വിഭാഗക്കാർക്ക് വേണ്ടി ആദ്യമായി തുറക്കപ്പെട്ട ഒരു ശിവക്ഷേത്രമുണ്ട്. എവിടെയാണെന്നറിയാമോ? അരുവിപ്പുറം എന്നാണ് എല്ലാവരും പറയുന്നത്. അതിൽ നിന്ന് വിപരീതമായ ഉത്തരം ആർക്കെങ്കിലും ഉണ്ടോ? കോലത്തുകര. വേറെ ഉത്തരം ഇല്ല. എന്നാൽ 1888 35 വർഷങ്ങൾക്ക് മുൻപ് നമ്മളെ പോലെയുള്ള സാധാരണ ജനസമൂഹത്തിന് വേണ്ടി ആദ്യമായൊരു ശിവക്ഷേത്രം തുറക്കപ്പെട്ടത് ആറാട്ടുപുഴ മംഗലത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ്. അതിന് കാരണഭൂതനായത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്ന ധീരകേസരിയാണ്. ഒരിക്കൽ ഒരു ഈഴവ യുവതി മൂക്കുത്തി അണിഞ്ഞ് ഒരു കല്യാണത്തിന് ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സവർണ നേതാക്കന്മാർ ആ സ്ത്രീയുടെ മൂക്കുൾപ്പെടെ അരിഞ്ഞു കളഞ്ഞ ചരിത്രമുണ്ട്. അന്ന് സ്വന്തം ചിലവിൽ 100 കണക്കിന് സ്വർണ്ണ മൂക്കുത്തികൾ പണി കഴിപ്പിച്ച് നമ്മുടെ അമ്മ പെങ്ങന്മാരെ അണിയിച്ച് ഈ വഴികളിലൂടെ ഒരു ജാഥ നടത്തിയാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ഏക്കർ കണക്കിന് സ്ഥലങ്ങളുണ്ടായിരുന്ന, ഏക്കർ കണക്കിന് തെങ്ങിൻ തോപ്പുകൾ ഉണ്ടായിരുന്ന ആയോധന കല അഭ്യസിച്ച ഒരു വ്യക്തിയാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അദ്ദേഹം ക്ഷേത്രകാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അമ്പലത്തിൽ കയറിയിരുന്ന അവിടുത്തെ ക്ഷേത്രകാര്യങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ പൂജാരിയോട് ചോദിച്ചു, ഒരു അവർണൻ ഈ ക്ഷേത്രത്തിൽ കയറിയാൽ എന്താണ് ശിക്ഷ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, 101 പൊൻപണം നൽകണം, അതുകൂടാതെ 101 ചാട്ടവാർ അടിയും കൊള്ളണം. ഉടൻ തന്നെ 101 പൊൻപണം എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളുടെ ചാട്ടവാർ അടി കൊള്ളുവാൻ എന്നെ കിട്ടുകയില്ല എന്ന് പറഞ്ഞ കുതിരപ്പുറത്ത് കയറി പാഞ്ഞു പോയി. പിന്നീട് വന്ന് ഒരു ക്ഷേത്രം നിർമ്മിച്ചു. അതാണ് ആറാട്ടുപുഴ മംഗലത്ത് ഇന്നുമുള്ള ശിവക്ഷേത്രം. നമ്മൾ ഇതൊക്കെ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഇല്ല. മറിച്ച് വേലുത്തമ്പി ദളവയെക്കുറിച്ച് അറിയാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ഇല്ല. തിരുവിതാംകൂർ മഹാരാജാവിനെ കുറിച്ച് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. പക്ഷേ ഇന്നും ആവശ്യമുള്ളവരെ മാത്രം നമ്മെ പഠിപ്പിക്കുന്നില്ല. ഇന്ന് പല രാഷ്ട്രീയ നേതാക്കന്മാരും പറയുന്നുണ്ട്, നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ കയറുവാനുള്ള അവകാശം നേടിത്തന്നത് ആരാ? ഞങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണം? ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം അല്ലേ? പക്ഷെ അന്ന് അഭിമാനത്തോടെ നെഞ്ചു വിരിച്ചു നിന്ന് പറയണം, തിരുവിതാംകൂർ വ്യാഘ്രം ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ പിന്മുറക്കാരാണ് നമ്മളെന്ന്. ഇന്ന് പലതിനും അടിമപ്പെട്ടു പോകുമ്പോൾ പ്രിയപ്പെട്ട അച്ഛനമ്മമാരെ, വീടുകളിലുള്ള കുട്ടികൾ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങളുണ്ട് നമുക്കിടയിൽ. പക്ഷേ അവരെ അകറ്റി നിർത്താതെ ചേർത്ത് നിർത്തി അതിൽ നിന്നെല്ലാം നമുക്ക് അവരെ പിന്തിരിപ്പിച്ചുകൊണ്ട് നല്ലൊരു യുവജനതയെ വാർത്തെടുക്കേണ്ടതുണ്ട്. കാരണം നാളത്തെ ഇന്ത്യ അവരുടെ കയ്യുകളിലാണ്. നാളത്തെ ഇന്ത്യ നശിച്ചു പോകരുതെങ്കിൽ,
ദയവ് ചെയ്ത ആ കുട്ടികളെ രവിവാര പാഠശാല ക്ലാസ്സുകളിലേക്ക് അയക്കണം. അവരെ ഈശ്വര ഭക്തിയുള്ളവരായി വളർത്തിയെടുക്കണം. അല്ലെങ്കിൽ നാളെ അനാഥാലയങ്ങളിലേക്ക് അല്ലെങ്കിൽ വൃദ്ധസദനങ്ങളിലേക്ക് ചെന്ന് താമസിക്കുവാൻ തയ്യാറായിക്കൊള്ളുക. പക്ഷേ ശ്രീനാരായണ ഗുരുദേവനെ പഠിച്ച നമ്മൾ പറഞ്ഞു, ഒരു കുട്ടിയും അതിന് തയ്യാറാകുകയില്ല. ഇവിടെ രവിവാര പാഠശാല ക്ലാസ് നടക്കുന്ന ശാഖയല്ലേ, നടക്കുന്നതല്ലേ? നിങ്ങളെല്ലാം ഉറങ്ങുവാണോ വീണ്ടും? നടക്കുന്നതാണ്. ഇതിൽ എത്ര കുട്ടികൾ ആ രവിവാര പാഠശാലയിൽ പങ്കെടുക്കുന്നുണ്ട്? കൈയൊന്നും പൊക്കണ്ട, വെറുതെ ഒന്ന് ചിന്തിച്ചാൽ മതി. ഇവിടെ മനസ്സിലാകും നമ്മളെപ്പോഴും ഗുരുവിനെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ളത് ശരിയായ ഭക്തിയായിരുന്നു എന്ന് ചിന്തിക്കണം. ഗുരു നിരവധി അനവധി കൃതികൾ രചിച്ചു തന്നപ്പോഴും നമുക്ക് ഇന്നും ആഗ്രഹം എന്താണ്? മറ്റുള്ള കൃതികൾ ചൊല്ലാനാണ്. ഗുരുവിൻ്റെ മതവീക്ഷണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഭഗവാൻ ശ്രീനാരായണ ധർമ്മം എന്ന കൃതിയിലൂടെ നമുക്ക് പറഞ്ഞു തന്നൊരു സിദ്ധാന്തമുണ്ട്. മാഹമ്മദ ക്രൈസ്തവാശ്ച ജൈന ബൗദ്ധസ്ഥതേതരേ ഏകതാ പാതനായൈവ പ്രയതന്തേ നിരന്തരം. മുഹമ്മദീയരും ക്രൈസ്തവരും ജൈനന്മാരും ബൗദ്ധന്മാരും ഹിന്ദുക്കളും തുടങ്ങി ഈ ലോകത്തുള്ള എല്ലാ മതക്കാരും ഒന്നിനെ പ്രാപിക്കുവാൻ വേണ്ടിയാണ് നിരന്തരമായി പരിശ്രമിക്കുന്നത്. അനേകം പർവ്വതങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ ഒടുവിൽ എവിടെയാ ചെന്ന് ചേരുന്നത്? ഒരു സമുദ്രത്തിൽ ലയിച്ച അവ ഒന്നായി തീരുകയാണ് അവിടെ. അതുപോലെയാണ് മഹാഗുരുക്കന്മാർ ഏകമായ സനാതന സത്യവുമായി വിലയം പ്രാപിച്ച ഏകത്വത്തിൽ വർത്തിക്കുകയാണ് മഹാഗുരുക്കന്മാരുടെ ഉപദേശങ്ങളെല്ലാം തന്നെ. ഇതുകൂടാതെ ആത്മോപദേശ ശതകത്തിലെ 49-ാം പദ്യത്തിലൂടെ ഗുരു പറഞ്ഞ ആ ഒരു മതം, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു മതം ഹിന്ദു മതമാണ് എന്ന് തെറ്റിദ്ധരിച്ച പല ആളുകളും ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് വേണ്ടി ഗുരു ആത്മോപദേശ ശതകത്തിലെ 49-ാം പദ്യത്തിൽ പറയുന്നുണ്ട്, അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവുമിങ്ങു സദാപി ചെയ്തിടുന്നു, ജഗതീലി മതമേകമെന്നു ചിന്തിച്ചഖമണയാതകതാരമർത്തിടേണം. നമ്മൾ ജോലിക്ക് പോകും അല്ലേ? ജോലിക്ക് പോയി പൈസ ഉണ്ടാക്കും. എന്തിനാ പൈസ ഉണ്ടാക്കുന്നത്? വീട് വെക്കണം, പിള്ളേരെ പഠിപ്പിക്കണം, ഇഷ്ടമുള്ള ആഹാരം വാങ്ങിക്കണം, വസ്ത്രം വാങ്ങിക്കണം, ഇതിനൊക്കെ വേണ്ടിയാണ്. ശരിക്കും നമ്മളെല്ലാവരും പ്രയത്നിക്കുന്നത്, എല്ലാ മതസ്ഥരും പ്രയത്നിക്കുന്നത് ആത്മസുഖത്തിന് വേണ്ടിയാണ്. ഈ ആത്മസുഖമാണ് നമ്മുടെ ഒരു മതം എന്ന് പറയുന്നത്. ഈ ഒരു മതം എന്താണെന്ന് CV കുഞ്ഞിരാമനുമായി സംസാരിച്ചപ്പോൾ ഗുരു കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞു തന്നു. ഗുരു പറഞ്ഞു, എല്ലാ മതങ്ങളുടെയും ഉദ്ദേശം ഒന്ന് തന്നെയാണ്. നദി സമുദ്രത്തിൽ ലയിച്ചാൽ പിന്നെ നടുക്കടലെന്നും തിരക്കുഴിയെന്നുമുണ്ടോ? ജീവാത്മാക്കൾക്ക് ഊർദ്ധമുഖത്വം ഉണ്ടാക്കുവാനുള്ള അധികാരമേ മതങ്ങൾക്കുള്ളൂ. അതുണ്ടായിക്കഴിഞ്ഞാൽ സൂക്ഷ്മം അവർ തന്നെ അന്വേഷിച്ച് കണ്ടെത്തിക്കൊള്ളും. സൂക്ഷ്മമറിഞ്ഞവന് മതം പ്രമാണമല്ല, മതത്തിന് അവർ പ്രമാണമാണ്. തൻ്റെ ഉള്ളിലുള്ള സത്യത്തെ അറിഞ്ഞ ആരും പിന്നീട് മതത്തിനും ജാതിക്കും വേണ്ടി വാദിക്കുവാനും അങ്ങനെ വാദിച്ച് ജയിക്കുവാനും ഒന്നും ശ്രമിക്കുകയില്ല. ആത്മോപദേശ ശതകത്തിലെ 44 മുതൽ 47 വരെയുള്ള 4 പദ്യങ്ങൾ മതമീമാംസ എന്നാണ് അറിയപ്പെടുന്നത്. ആ 4 പദ്യങ്ങളുടെ സ്വാമി തൻ്റെ മതവീക്ഷണത്തെ വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇങ്ങനെ നിരവധി അനവധി കാര്യങ്ങൾ നമുക്ക് മതത്തെക്കുറിച്ചും ജാതിയെക്കുറിച്ചും ഒക്കെ പറഞ്ഞു തന്നപ്പോഴും നമുക്കിതൊന്നും പഠിക്കുവാൻ സമയമില്ല.